പരിണയം. വൈകുന്നേരം എല്ലാവരും ചായ കുടിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴായിരുന്നു അവിടേക്ക് അമ്മുവും റിച്ചുവും കൂടി കയറി വരുന്നത്. തേ നിമ്മി നോക്കിക്കേ, ഇന്നെന്താ മഹാത്ഭുതം നടന്നിട്ടുണ്ട്. നമ്മുടെ സൽപുത്രൻ നേരത്തും കാലത്തും ഒക്കെ വീട്ടിൽ കയറി. ഓ, ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ എനിക്കിട്ടൊന്ന് കൊള്ളിച്ചില്ലെങ്കിൽ അച്ഛൻ ഒരു സമാധാനം കിട്ടില്ലല്ലേ. ഇങ്ങനെ നമുക്ക് മുഖമൊക്കെ കുത്തി വീർപ്പിക്കാതെടാ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അല്ല, ഇന്ന് എന്താണ് നേരത്തെ ഇങ്ങി പോകുന്നത്? അച്ഛന് തോന്നുന്നുണ്ടോ ഇവനായിട്ട് നേരത്തെ വരുമെന്ന്? ഞാൻ വരുന്ന വഴിക്ക് നോക്കുമ്പോൾ അവൻ്റെ പടക്കുതിര പണി കൊടുത്തതുകൊണ്ട് വഴിയിൽ നിൽപ്പുണ്ട്. അത് പറയുമ്പോൾ അമ്മുവിൻ്റെ മുഖത്തൊരു ചിരിയായിരുന്നു. ഓഹോ, അപ്പം അതാണ് കാരണം മോൻ നേരത്തെ വീട്ടിൽ കയറാൻ. അമ്മ ഇതിനോട് മിണ്ടാതിരിക്കാൻ പറയുമോ? ഒരുമാതിരി അമ്മായിമ്മ പോരു പോലെ എന്നോട് ഈ കാണിക്കുന്നത്. അതും പറഞ്ഞുകൊണ്ട് അവൻ ചാടിത്തുള്ളി അകത്തേക്ക് കയറിപ്പോയി. വെറുതെ അവനെ ഇങ്ങനെ ചോറുന്നത് എന്തിനായിട്ടാ? ആ ചെറുക്കൻ ഇനി ഈ ദേഷ്യത്തിന് താഴോട്ട് വരത്തു പോലുമില്ല. അവിടെ റൂമിൽ കയറി അങ്ങിരിക്കും. എൻ്റെ നിമ്മി, ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതല്ലേ. അതിന് നിന്റെ മോൻ ഇങ്ങനെ ചാടിത്തുള്ളി പോകുമെന്ന് ഞാൻ വിചാരിച്ചോ? മതി ഓൾഡ് പീപ്പിൾസിൻ്റെ വഴക്ക്. തൽക്കാലം പോയി എനിക്കൊരു ചായ എടുത്തോണ്ട് വാ അമ്മ. ഇന്നാകെ ഒരു തലവേദന. അതും പറഞ്ഞുകൊണ്ട് അമ്മു ഒരു സെറ്റിയിലേക്ക് തന്നെയായിരുന്നു. എൻ്റെ അമ്മു, എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ നിനക്ക് ഈ തുണിയൊക്കെ ഒന്ന് മാറിയിട്ടാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആകെ നാറുന്നു. അതും ഇട്ടുകൊണ്ടിരിക്കുമോ ഇങ്ങനെ? പിതാജിയുടെ പരിപാടി മാതാജി അങ്ങോട്ട് കോപ്പി അടിക്കണ്ട, നടക്കില്ല ഇവിടെ. അതുകൊണ്ട് പോയി ചായ എടുക്ക്. അമ്മയെ ഒന്ന് നോക്കി പുച്ഛിച്ചുകൊണ്ട് അമ്മു അതും പറഞ്ഞ് ശ്രീയുടെ കയ്യിൽ നിന്ന് ചിപ്സിന്റെ 2 കഷ്ണം എടുത്ത് വായിലേക്കിട്ടു. നിന്നെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഈ വയസ്സാം കാലത്ത് എനിക്ക് ചായ എൻ്റെ കയ്യിൽ കൊണ്ട് തരുന്നതിന് പകരം നീയൊക്കെ വരുമ്പോഴേ നിനക്കൊക്കെ വേണ്ടി ചായയും ഇട്ട് ഞാൻ നിന്റെയൊക്കെ പുറകെ നടക്കണമല്ലേ. എൻ്റെ ഒരു വിധി. അമ്മ അതും പറഞ്ഞ് കലിപ്പിൽ അടുക്കളയിലേക്ക് പോയി. ഒരു ചിരിയോടെ വീണ്ടും അമ്മ ശ്രീയുടെ അരികിലേക്ക് ചേർന്നിരുന്നു. നീ ഇന്ന് വീട്ടിലിരുന്നിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേടാ? എൻ്റെ പൊന്നമ്മു, നീ കൂടെ ഇങ്ങനെ തുടങ്ങല്ലേ. അച്ഛനും അമ്മയും എനിക്ക് സമാധാനം തന്നിട്ടില്ല ഇതുവരെ. എവിടെയെങ്കിലും 2 മിനിറ്റ് ഇരുന്നാൽ ഉടനെ തുടങ്ങും. മോളെ കുഴപ്പമുണ്ടോ, ഹോസ്പിറ്റലിൽ പോണോ എന്നും പറഞ്ഞുകൊണ്ട്. ആഹാ, നിമ്മി അത് കേൾക്കുന്നില്ലേ നമ്മുടെ മോളി പറയുന്നത്? അവൾക്ക് അസുഖമുണ്ടോ എന്ന് അന്വേഷിച്ച നമ്മളാണിപ്പോൾ കുറ്റക്കാർ. ഹോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എൻ്റെ അച്ഛ. ശ്രീയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അവിടെ സങ്കടത്തിന്റെ ഒരു നീർക്കുടം നിറയുന്നത് അച്ഛൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അയ്യേ, അച്ഛൻ്റെ ചുണക്കുട്ടി ഇങ്ങനെ കരയാൻ തുടങ്ങിയാലോ? അച്ഛൻ വെറുതെ പറഞ്ഞതല്ലേ. എൻ്റെ മോൾ അങ്ങനെ ഒന്നും വിചാരിക്കില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടേടാ. നിങ്ങൾക്ക് അസുഖമാ മനുഷ്യ, അസൂയ. ചുമ്മാതിരിക്കുന്ന കൊച്ചിനെ കരയിച്ചിട്ട്. എൻ്റെ നിമ്മി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. വെറുതെ ഇവരോടൊക്കെ ഇങ്ങനെ കളി പറയുന്നത് പോലെ. പിന്നെ ഇങ്ങനെയല്ലേ കൊച്ചിനെ കരയിപ്പിച്ചിട്ടല്ലേ നിങ്ങളുടെ ഒരു കളി പറച്ചില്? അമ്മവും ആകെ വല്ലാതായി. ശ്രീ കരയുമെന്ന് അവളും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 3 പേരും കൂടി ശ്രീയോട് സംസാരിച്ച് അവളെ ഒന്ന് നേരെയാക്കാൻ നോക്കുമ്പോഴാണ് പുറത്ത് ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. തൻ്റെ വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയ മാർക്കോ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. മകളെ രക്ഷിച്ചങ്ങ് രാജകൊട്ടാരത്തിൽ എത്തിച്ചെന്നോർത്തോ താൻ അങ്ങ് സുഖിക്കണ്ടടോ. അവളെ അങ്ങനെ അങ്ങ് വിടാനായിട്ട് ഈ മാർക്കോ ജീവനോടെ ഉള്ളപ്പോൾ സമ്മതിക്കില്ല. അവൻ്റെ മനസ്സിൽ അവൻ അതൊന്നുകൂടെ പറഞ്ഞുറപ്പിച്ചു. സാറേ, നമുക്ക് അകത്തോട്ട് പോവണ്ടേ? നമ്മൾ എന്നതിനാ വന്ന കാലിൽ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്? മോനെ നീരജേ, നീ കൂടുതൽ ഉണ്ടാക്കാൻ ഇങ്ങോട്ട് പോരരുത്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നൊക്കെ എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. പിന്നെ നിന്റെ ജോലി എൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വാലാട്ടി നടക്കുക എന്ന് മാത്രമാ. അതുമാത്രം പൊന്നുമോൻ അങ്ങ് ചെയ്താൽ മതി. മാർക്കോയുടെ അത്തരത്തിലുള്ള വർത്തമാനം കേട്ടപ്പോൾ ഒരു നിമിഷം നീരജ് മൗനമായി. എന്തൊക്കെ പറഞ്ഞാലും താൻ വെറും ജോലിക്കാരനാണ്. പക്ഷേ കൂടുതലൊന്ന് ആലോചിക്കാതെ കയറി വരാൻ നോക്കടാ അങ്ങോട്ട്. അതും പറഞ്ഞ് മാർക്കോ മുന്നോട്ട് നടന്നു നീക്കി. പന്ന, ഇന്ന് കോളേജിൽ വന്നിട്ടില്ല. അവളെ ഞാൻ പോയി കാണും ഇന്ന് തന്നെ. അതും മനസ്സിൽ ഒന്നുകൂടെ ഉറപ്പിച്ചിട്ടാണ് അവൻ്റെ നടപ്പ്. എൻ്റെ ഗിരി, നീ ഒന്ന് അടങ്ങാൻ നോക്ക്. വെറുതെ പുതിയ പ്രശ്നങ്ങൾക്ക് വഴിയുണ്ടാക്കരുത്. നിനക്കറിയാമല്ലോ അവിടെയുള്ള 2 അവന്മാരെ. ഏതവനുണ്ടെങ്കിലും എനിക്കെന്താ പ്രശ്നം? എനിക്കറിയാനുള്ളത് എനിക്കറിയണം. അത് അവളുടെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കാൻ ഒരു മടിയുമില്ല ഈ ഗിരിക്ക്. ഗിരിയും അവൻ്റെ കൂട്ടുകാരനായ വിഷ്ണുവും മിഥുനും സച്ചിത്തും കൂടെ ആറ്റിൻകരയിലുള്ള കല്ലിൻ ചോട്ടിൽ കൂടിയിരിക്കുകയായിരുന്നു. എടാ, നിന്നോട് ഇന്നലെ തന്നെ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാണോ? ഇന്നലെ അവളെ ഞാൻ ആ ഹോസ്പിറ്റലിൽ കണ്ടത് മറ്റേ കാര്യത്തിന് തന്നെയാ. ഇനി നീ കൂടുതൽ അങ്ങോട്ട് പോയി ചോദിച്ച് പ്രശ്നമുണ്ടാക്കേണ്ട കാര്യമില്ല. നീയും നിന്റെ അമ്മയും കുടുംബവും എല്ലാവരും വെച്ച് അനുഭവിക്കേണ്ടിരുന്ന മുഴുവൻ സ്വത്തിനും
പുതിയൊരു അവകാശി വരാൻ പോകുന്നു. നോ, സമ്മതിക്കില്ല ഞാൻ. ഈ സ്വത്തിനും എല്ലാത്തിനും അവകാശി ഞാൻ മാത്രമായിരിക്കും. ഞാൻ മാത്രമാകാനേ പാടുള്ളൂ. ഇതെല്ലാം ഞങ്ങളുടേതാക്കി മാറ്റാൻ ഇനി ഒന്നും കൂടെ ചെയ്യാൻ എനിക്കൊരു മടിയുമില്ലടാ. എന്തോ ഒന്ന് ഓർത്തതുപോലെ ഗിരി അതും പറഞ്ഞുകൊണ്ട് കല്ലിന്റെ മുകളിൽ നിന്നും എഴുന്നേറ്റു. എടാ ഗിരി, കാര്യമറിയാൻ ഒരു വഴിയുണ്ട്. മിഥുന്റെ ആ വാക്കുകൾ പിടിച്ചു കെട്ടിയതുപോലെ ഗിരി അവിടെ നിന്നു. നീ പറയുന്നതൊക്കെ ശരിയാ, പക്ഷേ എൻ്റെ ഗിരി ഒരു പക്ഷയുമില്ല. നീ ചെന്ന് ഇതൊന്ന് സെറ്റാക്കാൻ നോക്ക്. വിഷ്ണുവും കൂടെ സപ്പോർട്ട് ചെയ്തപ്പോൾ ഈ വഴി സെറ്റാകുമെന്ന് ഗിരിക്കും തോന്നി. എൻ്റെ കർത്താവേ, ഇതാരേ വന്നത്? എൻ്റെ ഏട്ടാ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. ഇതാരാ വന്നേക്കെന്ന് നോക്കിക്കേ. എന്നതാ എൻ്റെ നിമ്മി എന്നും ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് വരുമ്പോഴാണ് കാണുന്നത് ചിരിയോടെ നിൽക്കുന്ന മാർക്കോയെ. എൻ്റെ മഹാദേവ, ഞാൻ എന്നതാ ഈ കാണുന്നേ? മോൻ വന്ന കാലിൽ നിൽക്കാതെ അകത്തോട്ട് കയറി വന്നേ. വാ. അയ്യോ, ഞാനതങ്ങ് മറന്നുപോയേട്ടാ. കയറി വാ മോനെ. അതും പറഞ്ഞ് രണ്ടുപേരും കൂടെ അകത്തേക്ക് നടന്നു. അവർക്ക് പിറകെ തന്നെ ഒരു ചിരിയോടെ അവനും ചെന്നു. അമ്മുവും ശ്രീയും കൂടെ എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അങ്ങനെ ഒരാളെ പെട്ടെന്ന് അവിടെ കാണുന്നത്. ശ്രീയുടെ കയ്യിലിരുന്ന ഗ്ലാസ് അവനെ അവിടെ കണ്ട നിമിഷം തന്നെ താഴേക്ക് വീണു. അയ്യോ, സോറി. അതും പറഞ്ഞുകൊണ്ട് അവൾ വേഗം ഗ്ലാസ് എടുക്കാൻ കുനിഞ്ഞപ്പോൾ അവിടെ ടേബിളിലിരുന്ന ചിപ്സിന്റെ പാത്രവും കൂടെ താഴേക്ക് പതിച്ചു. അതും കൂടെ ആയപ്പോൾ അവിടെ ഒരു കൂട്ടുചിരി വന്നു. ചമ്മി, ആൾക്ക് നാണക്കേടായി. അവൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒന്ന് പോയാൽ മതി എന്നായിരുന്നു. അവൾ പതുക്കെ പാത്രമൊക്കെ എടുത്ത് അവിടെ നിന്ന് അടുക്കളയിലേക്ക് വലിഞ്ഞു. അവൾക്ക് പുറകെ തന്നെ അമ്മുവും വെച്ചെന്നു. മോനെ കണ്ടതിന് പെട്ടെന്നുള്ള വെപ്രാള, അതായി കാണിച്ചു കൂട്ടിയത് മൊത്തം. നിമ്മിയമ്മ ഒരു ചിരിയോടെ അത് പറയുമ്പോൾ മാർക്കോയുടെ മുഖത്തും ഒരു ചിരി തന്നെയായിരുന്നു. ആള് ഞാൻ ഈ സമയത്ത് വരുമെന്ന് പ്രതീക്ഷിച്ച് കാണത്തില്ല. എന്തോ വലിയ കാര്യമായ ചർച്ച നടന്നുകൊണ്ടിരുന്നപ്പോഴാ എന്നെ കണ്ടത്. അതിൻ്റെ വേറെ കുഴപ്പമൊന്നുമില്ല. മോൻ ഇവിടേക്ക് ആയിട്ട് തന്നെ വന്നതാണോ? അതോ? അതെ അമ്മ, ഇന്ന് ആള് കോളേജിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഞാനിപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കാൻ വേണ്ടിയിട്ട് വന്നതാ. ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? മോക്ക് കുഴപ്പമൊന്നുമില്ല മോനെ, ഇപ്പോൾ ഓക്കെയാണ്. ഇന്നലെ പെട്ടെന്നൊരു BP. ഞാൻ ചോദിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നരുത്. ആൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇങ്ങനെ ടെൻഷനാകാനും മാത്രം. മാർക്കോയുടെ തുറന്നുള്ള ആ ചോദ്യം കേട്ടപ്പോൾ എന്തുത്തരം പറയണമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും അവരോട് തുറന്നു പറയാമെന്ന് വെച്ചാൽ തന്നെ റിച്ചു. അച്ഛനും അമ്മയും പരസ്പരം ഒന്ന് നോക്കി. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. താഴെ നിന്ന് പരിചിതമില്ലാത്ത ഒരു ശബ്ദം കേട്ടപ്പോഴാണ് റിച്ചു പുറത്തേക്ക് വന്നത്. മോനോട് പറയുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ല, ഇനിയും അതൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും എൻ്റെ കുഞ്ഞിനെ വേദനിപ്പിക്കാൻ വയ്യാത്തത് കൊണ്ടാണ്. ഒത്തിരി അനുഭവിച്ചതാ എൻ്റെ കുഞ്ഞ്. ഇനിയെങ്കിലും ജീവിതത്തിൽ ഒരു സമാധാനം അവൾക്ക് ദൈവം കൊടുത്താൽ മതിയായിരുന്നു. അച്ഛൻ അതെല്ലാം പറയുമ്പോഴും അടുക്കളയിൽ നിൽക്കുന്ന ശ്രീയുടെ മനസ്സ് ഒരു നിമിഷം ഒന്ന് പിടഞ്ഞു. തൻ്റെ അച്ഛൻ തന്നെ ചേർത്തു പിടിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെയും. താൻ കണ്ടിട്ടില്ലാത്ത അമ്മയുടെ സ്നേഹവും കരുതലും എല്ലാം തനിക്ക് കിട്ടിയത് ഇവിടെ വന്നതിൽ പിന്നെയാണ്. എന്തിനേറെ സഹോദരങ്ങൾ എങ്ങനെയായിരിക്കണം, എങ്ങനെ ചേർത്ത് പിടിക്കണം എന്നെല്ലാം തനിക്ക് പറഞ്ഞു തന്നവളാണ് തൻ്റെ കൂടെ നിൽക്കുന്നത്. ഇവരെയെല്ലാം ഇനി പിരിയാൻ മാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതോർത്തപ്പോൾ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നാൽ അകത്ത് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന മാർക്കോയുടെ മനസ്സിൽ ഗൂഢമായ ഒരു ചിരിയുണ്ടായിരുന്നു. നീ ഇതുവരെ അനുഭവിച്ചത് ഒന്നുമായിട്ടില്ല ശ്രീഭദ്ര. നീ ഇനിയാണ് അനുഭവിക്കാൻ പോകുന്നത് തന്നെ. അതിനു വേണ്ടിയിട്ടാണല്ലോ എൻ്റെ ഈ രംഗപ്രവേശം പോലും. അയ്യോ, മോൻ വന്നിട്ട് നേരെ ഇത്രയായി, ഇതുവരെയായിട്ടും ചായ പോലും ഞാൻ തന്നില്ലല്ലോ. അതും പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിന്നും എഴുന്നേൽക്കാനൊരുങ്ങി. എനിക്കിപ്പോൾ ചായ ഒന്നും വേണ്ട, ഞാൻ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. അമ്മ ഇവിടെ തന്നെ ഇരിക്കുക, നമുക്കത് കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാമേ. അതും പറഞ്ഞ് മാർക്കോ തന്നെ അമ്മയെ പിടിച്ചിരുത്തി. എൻ്റെ നിമ്മി, അടുക്കളയിൽ നമ്മുടെ 2 പുലിക്കുട്ടികൾ നിൽപ്പില്ലേ, അവർ രണ്ടുപേരും ഇപ്പോൾ ചായയും പലഹാരവുമായിട്ടെങ്കിൽ വന്നോളൂന്നേ. അച്ഛൻ കൂടി അത് പറഞ്ഞപ്പോഴാണ് അമ്മ വീണ്ടും തൻ്റെ സ്ഥാനം ആ സെറ്റിൽ തന്നെ ഉറപ്പിച്ചത്. റിച്ചു മുകളിൽ നിന്നും താഴേക്ക് നോക്കിയപ്പോൾ തന്നെ കണ്ടു സെറ്റിയിലിരിക്കുന്ന മാർക്കോയെയും തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്ന നീരജിനെയും. ഹോ, ഇയാളെന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? ഇയാൾക്ക് സുഖവിവരം തിരക്കാൻ വേണ്ടിയിട്ട്. ഇയാളുടെ പെങ്ങളോ അമ്മയും ഭാര്യയൊന്നും അല്ലല്ലോ ഇവിടെയുള്ളത്. മാർക്കോയെ കണ്ട നിമിഷം തന്നെ റിച്ചുവിൻ്റെ ഉള്ളിലെ ദേഷ്യം നിറഞ്ഞു പൊന്താൻ തുടങ്ങിയിരുന്നു. അവൻ്റെ ചിന്തകൾ പല വഴിക്ക് പോയി തുടങ്ങി. മുഖം അത്രയ്ക്ക് ദേഷ്യവും വെച്ചുകൊണ്ടാണ് അവൻ സ്റ്റെപ്പുകൾ താഴേക്ക് ഇറങ്ങിയത്. സാറിന് എത്ര മക്കളാ?
അപ്രതീക്ഷിതമായി പെട്ടെന്നായിരുന്നു മാർക്കോയുടെ ഭാഗത്തു നിന്നും കുശലാന്വേഷണത്തിന്റെ രീതിയിൽ അടുത്ത ചോദ്യം വന്നത്. അച്ഛനും അമ്മയും പരസ്പരം നോക്കി. കാരണം അവർ കണ്ടിരുന്നു ഇറങ്ങി വരുന്ന റിച്ചുവിനെ. ഞങ്ങൾക്ക് ആഹാ, നീ എഴുന്നേറ്റ് വാ. വന്നോ? ഇതാരെ വന്നിരിക്കുന്നു നോക്കിക്കേ, നിന്റെ കോളേജിന്റെ ചെയർമാനാടാ. ഞാൻ മുകളിൽ നിന്ന് കണ്ടായിരുന്നു അച്ഛാ. അതും പറഞ്ഞുകൊണ്ട് അവൻ മാർക്കോയ്ക്ക് എതിരെയുള്ള സെറ്റിയിലേക്ക് വന്നിരുന്നു. ഇതാ ഞാനന്ന് മോനോട് പറഞ്ഞിരുന്നില്ലേ, എൻ്റെ ഇളയ മോനും കോളേജിൽ തന്നെയാണ് പഠിക്കുന്നെന്ന്. ആളിതാണ്. മാർക്കോ റിച്ചുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. റിച്ചുവും അതേപോലെ തന്നെ മാർക്കോയ്ക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരുന്നു. രണ്ടുപേരുടെയും മനസ്സിൽ പല കണക്കുകൂട്ടലുകളും ചിന്തകളും കടന്നു പോകുമ്പോഴും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പരസ്പരം ഒന്ന് ചിരിച്ചു കാണിച്ചു. അല്ലമ്മേ, എൻ്റെ സഹധർമ്മിണി എവിടെ? കോളേജ് വിട്ട് വന്നിട്ട് ഇത്ര സമയത്ത് എനിക്കൊരു ചായക്ക് പോലും തന്നില്ലല്ലോ. റിച്ചുവിൻ്റെ ആ വാക്കുകളും സംസാരവും കേട്ടപ്പോൾ അടുക്കളയിൽ നിൽക്കുന്ന സ്ത്രീ മാത്രമല്ല, ആ വീട്ടിലുണ്ടായിരുന്ന സകലരും ഒന്ന് ഞെട്ടി. അതേസമയം തന്നെ അടുക്കളയിൽ എന്തോ വീണുടയുന്ന ശബ്ദവും എല്ലാവരും കേട്ടു. എൻ്റെ സ്ത്രീ, നീ ഇങ്ങനെ പാത്രം മുഴുവൻ താഴെ ഇടാൻ തുടങ്ങിയ ഞാൻ ഇച്ചിരി കഷ്ടപ്പെട്ടു പോകും എൻ്റെ പെണ്ണെ. അതും പറഞ്ഞുകൊണ്ട് അവൻ അടുക്കളയുടെ ഭാഗത്തേക്കൊന്ന് നോക്കി. പിന്നെ ശ്രീ, നീ പാത്രങ്ങളൊന്നും താഴെ ഇടാതെ ഇങ്ങോട്ട് ചായ എടുക്കുക കേട്ടോ. നമ്മുടെ മാർട്ടി സാറും പിന്നെ അദ്ദേഹത്തിൻ്റെ PA വന്നിട്ടുണ്ട് പെണ്ണെ. അപ്പോഴും അച്ഛനും അമ്മയും ഇവിടെ എന്തു കൂത്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ ആകെ അന്തം വിട്ട് നിൽപ്പാണ്. അടുക്കളയിൽ നിന്നുള്ള സ്ത്രീയുടെയും അമ്മുവിൻ്റെയും അവസ്ഥയും ഏകദേശം അതുതന്നെ. എൻ്റെ അമ്മു, ഇതെന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? റിച്ചു റിച്ചു എന്ന് ഇതല്ല, എനിക്കെല്ലാം കൂടെ അത് കൺഫ്യൂഷൻ ആവുന്നടാ. അവനായതുകൊണ്ട് എന്തോ കണ്ടിട്ടാണ് മോളെ. എന്തോ മനസ്സിലായതുപോലെ ഒരു കള്ളച്ചിരിയോടെ അമ്മു അടുത്ത പണി ചെയ്തു തുടങ്ങി. ശരിക്കും ഞാൻ സാറിനെ ഇന്നലെ തന്നെ കണ്ട് നന്ദി പറയണമെന്ന് വിചാരിച്ചതാ. പിന്നെ ആ ഒരു കണ്ടീഷൻ എനിക്ക് അങ്ങനെയെല്ലാം പറയാൻ പറ്റാതെ പോയത് കൊണ്ട് കേട്ടോ, സോറി. കാര്യം മനസ്സിലാവാത്തതുപോലെ മാർക്കോ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എനിക്കറിയാം സാറിൻ്റെ ഈ നോട്ടത്തിൻ്റെ അർത്ഥം. സാർ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എൻ്റെ ഭാര്യയാണ്, ശ്രീഭദ്ര. എൻ്റെ ഏട്ടന് വേണ്ടി കല്യാണം ഉറപ്പിച്ചതാ. കല്യാണത്തിൻ്റെ അന്ന് ആള് കാലുവാരി. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കേണ്ടി വന്നു. ഞങ്ങൾക്കിടയിലുള്ള ഒരു ഏജ് ഡിഫറൻസ് സാറിനിപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഒരു ഭാര്യയും ഭർത്താവും ഒരേ കോളേജിലെ ടീച്ചറും സ്റ്റുഡൻറ്റുമായി നിൽക്കുമ്പോൾ അത് മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു നടക്കാനൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തൽക്കാലം ഇതാരെയും അറിയിക്കണ്ട എന്ന് വിചാരിച്ചു വെച്ച കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്നലെ സാറിനെ കണ്ടിട്ടും ഉള്ള കാര്യം പറയാനോ നന്ദി പറയാനൊന്നും എനിക്ക് പറ്റാതെ പോയത്. റിച്ചു എല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടിൽ എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു. എൻ്റെ അമ്മു, നീ എന്നെ ഒന്ന് നുള്ളിക്കേടാ. എനിക്കിതൊക്കെ കേട്ടിട്ട് ആകെ കൺഫ്യൂഷൻ ആകുന്നു. ശ്രീ പറഞ്ഞു തീർന്നപ്പോൾ കയ്യിലൊരു പിച്ചു. ആ, എൻ്റെ അമ്മു, ഇത് എന്തൊരു പിച്ചത്. ഒരു തൊലി ഉരിഞ്ഞു പോയി. സോറി. എൻ്റെ അനിയൻ്റെ പെർഫോമൻസ് ഒന്ന് കണ്ടപ്പം ചേച്ചിയും കൊള്ളാം അനിയനും കൊള്ളാം. എന്നാലും ഇന്നത്തെ ഈ നടക്കുന്ന പെർഫോമൻസിനർത്ഥം എനിക്കങ്ങോട്ട് ശരിക്കും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ അയാളോട് എന്തിനാ പറയുന്നേ? എൻ്റെ ശ്രീ, നിനക്കിതുവരെയും കാര്യം മനസ്സിലായില്ലല്ലേ? അവളില്ല എന്ന അർത്ഥത്തിൽ തലയൊന്നാട്ടി. നിന്റെ ഭർത്താവിനെ ഒടുക്കത്തെ കുശുമ്പാണ് പെണ്ണെ. പൊസസീവ്നെസ്, കുന്തമാണ് പോസസീവ്നെസ് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരാള്. ഇപ്പം വന്നേക്കുന്ന ആ മനുഷ്യന് പൊസസീവ്നെസ് പോയിട്ട് ഒരു കുന്തവും ഇല്ല എൻ്റെ പെണ്ണെ. എൻ്റെ പെൺപിള്ളാരെ 2 ഗ്ലാസ് ചായ എടുക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ ആയില്ലേടാ. നിമ്മിയമ്മയുടെ ശബ്ദമാണ് വീണ്ടും ഇരുവരെയും വർത്തമാനത്തിൽ നിന്നെല്ലാം നിർത്തി ഒന്ന് നേരെ കൊണ്ടുവന്നത്. ഒരു ട്രെയിൽ ചായയും മറ്റൊരു പാത്രത്തിൽ സ്നാക്സുമായി വരുന്നത് അവരെ മാർക്കോ ഒന്ന് നോക്കി. മാർക്കോയുടെ കണ്ണുകൾ അത്രയും നേരം അവിടെ നടന്ന ചർച്ചകളിലെല്ലാം വിട്ട് തൻ്റെ മുന്നിലേക്ക് നടന്നു വരുന്നവളിലേക്ക് മാത്രമായി. ലൈറ്റ് റോസ് നിറത്തിലെ ഒരു ക്രോപ്പ് ടോപ്പും വെള്ള കളറിലെ ഒരു പലാസോയുമാണ് അവൾ ഇട്ടിരിക്കുന്നത്. മുടി മൊത്തത്തിൽ എടുത്ത് ഉച്ചിയിലായി ബൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാതിൽ ചെറിയൊരു സ്റ്റഡും കഴുത്തിൽ റിച്ചുവിൻ്റെ എന്ന് മാത്രം തെളിയിക്കുന്ന താലിമാലയും മാത്രം കിടപ്പുണ്ട്. സീമന്തരേഖയെ ചുവപ്പിച്ചുകൊണ്ട് ചുവന്ന കുങ്കുമവും. കൈകൾ രണ്ടും ശൂന്യമാണെങ്കിലും ഗോൾഡ് നിറത്തിലെ ആ ചെറിയ രോമങ്ങൾ നിൽക്കുന്ന ആ കൈകൾ അങ്ങനെ ശൂന്യമായി കിടക്കുന്നത് കാണാൻ തന്നെ ഒരു ചന്തമാണ്. അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന മാർക്കോയുടെ മുഖത്ത് പെട്ടെന്നാണ് ദേഷ്യം ഇരച്ചു കയറാൻ തുടങ്ങിയത്. അവളുടെ കണ്ണുകൾ പാളിപ്പോകുന്നിടത്തേക്ക് അവനും ഒന്ന് നോക്കി. അവളെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന റിച്ചു. ഇരുവരുടെയും കണ്ണുകളിൽ കാണുന്ന തിളക്കം
അവനിൽ എന്തെന്നില്ലാത്ത ഒരു ദേഷ്യം നിറച്ചു. എന്തിനാ എൻ്റെ സ്ത്രീ നീ ഈ ചായയും പിടിച്ചിങ്ങനെ നിൽക്കുന്നത്? അതെല്ലാവർക്കും കൊടുത്തിട്ട് ഇവിടെ വന്നിരിക്കെൻ്റെ പെണ്ണെ. നിന്നെ കണ്ട് നിന്റെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാ മാർക്കോസ് സർ ഇവിടെ വരെ വന്നത് തന്നെ. നീ അന്നേരം ഇങ്ങനെ അടുക്കളയിൽ ഓടി നടന്നാലോ? സ്ത്രീ പിന്നെ കൂടുതൽ സംസാരിച്ചില്ല. ചായ അടങ്ങിയ ട്രേ മാർക്കോയ്ക്ക് നേരെ നീട്ടി. ഒരു ചിരിയോടെ തന്നെ മാർക്കോ അതിൽ നിന്ന് ഒരു കപ്പെടുത്തു. അടുത്തതായി അവൾ നീരജനും കൊടുത്തതിന് ശേഷമാണ് റിച്ചുവിൻ്റെ നേരെ ചെന്നത്. അവനും ഒരു ചിരിയോടെ തന്നെ ചായ കയ്യിലേക്ക് വാങ്ങി അവളുടെ കയ്യിൽ പിടിച്ച് തൻ്റെ അരികിലേക്ക് സെറ്റിയിൽ ഇരുത്തുകയും ചെയ്തു. അമ്മച്ചി നേരത്തെ വിളിച്ചപ്പോൾ പറഞ്ഞത് മാർക്കോയും അവനും കൂടി ആ പെൺകൊച്ചിൻ്റെ വീട്ടിൽ പോയെന്ന. നമ്മളോടും കൂടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ കൊച്ചിനെ ഒന്ന് നേരിട്ട് കാണാമായിരുന്നു. എൻ്റെ പെണ്ണെ, നീ ഒന്ന് അടങ്ങിക്കേ. അവനൊരു ചെറിയ ആട്ടമുണ്ട്. നമ്മൾ എന്താണെങ്കിലും ഈ കല്യാണം തന്നെ അങ്ങ് നടത്തും. ആ പെൺകൊച്ചിനോടും അതിൻ്റെ വീട്ടുകാരോടും സംസാരിക്കുന്ന കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. നീരവ് അങ്ങോട്ട് പോയിട്ടില്ലേ, അതുകൊണ്ട് വീട് ഏതാണെന്ന് നമുക്ക് മനസ്സിലാകും. അതൊക്കെ ശരിയാ, പക്ഷെ എന്നാലും ഇല്ലെൻ്റെ പെണ്ണെ. നീ മര്യാദയ്ക്ക് അടുക്കളയിൽ പോയി എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ നോക്ക്. എനിക്കൊന്ന് കിടക്കണം. അമ്മച്ചി തൻ്റെ മുറിയിലേക്ക് പോയി. അമ്മച്ചിയും കൂടെ അകത്തേക്ക് പോയപ്പോൾ അവൾ വെറുതെ ആ സെറ്റിയിലേക്കിരുന്നു. വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞു പോയെങ്കിലും ഈ കുടുംബത്തിൻ്റെ അടിത്തറ തന്നെ ഇളക്കിക്കളഞ്ഞത് അവൾ ഒറ്റയൊരുത്തി കാരണമാണ്. എൻ്റെ കുഞ്ഞിൻ്റെ ജീവനും ജീവിതവും അവൻ്റെ സന്തോഷങ്ങളും എല്ലാം ഒരു നിമിഷം കൊണ്ടല്ലേ ഇല്ലാണ്ടായി പോയത്. എൻ്റെ മോൻ്റെ ജീവിതം ഈ പരുവത്തിലാക്കിയിട്ട് നീ ഒരിക്കലും സുഖമായി ജീവിക്കില്ല നിധി. സ്വന്തം മകൻ്റെ ജീവിതം നശിക്കുന്നത് കണ്ട് ഒരു പെറ്റമ്മയുടെ പ്രാക്ക നിന്റെ തലയ്ക്ക് മുകളിലുള്ളത്. ഒരു കാലത്തും നീ അതിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. നീ അനുഭവിക്കുമ്പടി അനുഭവിച്ചിരിക്കും. കണ്ണീരോടെ വേദനയോടെ പറയുമോ ഈ ഒരു പെറ്റമ്മ, നീ ഇതിനെല്ലാം അനുഭവിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കഥയൊക്കെ ഇഷ്ടമായിരുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷം.